ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ ദേശം പോലും നിന്നെ കണ്ട് ഭയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെടുമ്പോൾ ദേശം പോലും നിന്നെ കണ്ട് ഭയപ്പെടും. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ ആശംസിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി ഈ പകലിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. തുടർമാനമായ ഈ സന്ദേശങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്ന് കേൾക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. അനേക കോളുകൾ, അനേക സാക്ഷ്യങ്ങൾ നിങ്ങളെ വിളിച്ചറിയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഈ പകൽക്കാലം ഞാൻ കൊതിക്കുന്ന അതുപോലെ സാക്ഷ്യങ്ങളും ദൈവിക വിടുതലുകളും അനേകർ വിളിച്ചറിയിക്കത്തക്ക നിലവാരത്തിൽ വലിയ ദൈവിക ചലനം ഈ പ്രഭാതത്തിലും നിങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത നിങ്ങളോട് കൈമാറാൻ ആഗ്രഹിക്കുകയാണ്. ആവർത്തന പുസ്തകം 28-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ഭൂമിയിലുള്ള സകല ജാതികളും കണ്ടു നിന്നെ ഭയപ്പെടും. അതേ പ്രിയരെ, ആവർത്തനം 28 അനുഗ്രഹങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇതിനകത്ത് വ്യത്യസ്തമായി നിൽക്കുന്ന ഒരു പദമാണ് യഹോവയുടെ നാമം നിന്റെ മേൽ വിളിച്ചിരിക്കുന്നു എന്ന് ജാതികൾ നിന്നെ കണ്ട് ഭയപ്പെടും. ഈ പ്രഭാതത്തിൽ ആത്മാവിൽ ഞാൻ ഇങ്ങനൊരു ദൂത് കൈമാറാം. ഒരു ദൈവപ്രവൃത്തി നിന്റെ മേൽ വെളിപ്പെട്ട, ഒരു ദൈവിക നീതി നിന്റെ മേൽ വെളിപ്പെട്ട, നീ പ്രാർത്ഥിച്ച വിഷയത്തിൻ്റെ നടുവിൽ ഒരു ദൈവചലനം നിന്റെ മേൽ വെളിപ്പെട്ടാൽ, അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി എഴുന്നേറ്റാൽ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ, ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുമ്പോൾ നിന്റെ ജീവിതം കണ്ട് അനേകർ ഭയപ്പെടും. ഇന്നുവരെയും അനേകരുടെ മുൻപിൽ ഒരു നിന്ദാപാത്രമായിരുന്നിരിക്കാം നിങ്ങൾ. ജീവിതത്തിനകത്ത് സംഭവിച്ചു പോയ, അല്ലെങ്കിൽ ഇന്നിൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകൾക്കകത്ത് നീ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങൾ മുഖാന്തരം, ജീവിതത്തിനകത്ത് വന്നുപോയ തകർച്ചകൾ മുഖാന്തരം, വേദനകൾ മുഖാന്തരം, ഏതെങ്കിലും ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് വലിയ ശൂന്യത അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം നിങ്ങൾ. ഒരുപക്ഷെ ചില വ്യക്തികളെയൊക്കെ നിങ്ങൾ കാണാതെ വണ്ണം ഒളിച്ച് നടക്കുന്നവരായിരുന്നിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു പിതാവ് എന്നെ വിളിച്ചു പ്രാർത്ഥിക്കാൻ, അവർക്ക് നേരിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി അവർ ടൈം എടുത്ത് എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. ഞങ്ങളുടെ മെയിൻ ചർച്ചിലെ വർഷിപ്പ് കഴിഞ്ഞ് അവരെന്നെ മീറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞൊരു പദം ഒത്തിരി ഹാർട്ട് ടച്ചിങ്ങാണ്. ഏകദേശം 50-ലധികം സെൻറ്റ് വസ്തുവുള്ള ആ കുടുംബം മെയിൻ റോഡിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മെയിൻ എൻട്രൻസിലൂടെ പോയി കഴിഞ്ഞാൽ ഇവർക്ക് ആ വഴി യാത്ര ചെയ്യാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി, നിന്ദകളും അപമാനങ്ങളും അപവാദങ്ങളും. അതുകൊണ്ട് ആ പിതാവ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്: പക്ഷേ എൻ്റെ വീടിന് 2 വീട് മാറി കാട് പിടിച്ച് കിടക്കുന്നൊരു വഴിയുണ്ട്. ആ വഴിയിലൂടെ ഞാൻ കയറി ഒരു പാറയുടെ ഇടയിലൂടെ മറുകര കയറുന്നതാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. അർദ്ധരാത്രിയിലും ഞാൻ ആ പാറയുടെ ഇടുക്കിലൂടെയൊക്കെയാണ് തിരിച്ചു വരുന്നത്. കാരണം എനിക്ക് ആൾക്കാരെ ഫേസ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ വാക്കുകൾ എനിക്ക് താങ്ങാൻ കഴിയുന്നതിലും അധികമാണ്.
അവരെൻ്റെ ജീവിതത്തെ നോക്കി, എൻ്റെ കുടുംബത്തെ നോക്കി അവരിടുന്ന മുൻവിധികൾ ഒരിക്കലും എനിക്ക് കേട്ട് നിൽക്കാൻ കഴിയില്ല. ഒത്തിരി കാലം ഞാൻ കേട്ടു, പക്ഷേ ഇനി എനിക്ക് കേൾക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ പരിധി വിട്ടതുകൊണ്ടാണ് ഞാൻ പലരെയും ഒളിച്ച് പോകുന്നു. ഉപജീവന മേഖലയ്ക്ക് പോലും പോകുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഉടയപ്പെട്ട് തകരപ്പെട്ട് എന്നും നിന്നയും അപമാനവും. ആരെങ്കിലും വീടിൻ്റെ മുൻപിൽ വന്നാൽ പോലും വാതിൽ പോലും തുറന്നു കൊടുക്കാൻ കഴിയില്ല. കാരണം നിന്നോട് ആ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിനക്കതിന് ഉത്തരവില്ല, മറുപടിയില്ല. പലതിനും മറുപടിയില്ലാതെ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് ഞെരുങ്ങുന്ന ആരൊക്കെ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. ഇന്നിൻ്റെ പ്രഭാതത്തിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. എല്ലാം പ്രതികൂലമാണെങ്കിലും, ആരും സഹായിക്കാനില്ലേലും, ചിന്തിച്ചതും നനച്ചതുമൊന്നുമല്ല നിൻ്റെ ജീവിതമെന്ന് നീ പറയുമ്പോഴും, നിനക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത രീതിയിൽ നിൻ്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. ഇന്നിൻ്റെ സാഹചര്യങ്ങളല്ല കുഞ്ഞെ നിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. ദൈവം നിന്നിൽ ഒരു പ്രവൃത്തിയെ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, ദൈവത്തിൻ്റെ അനുകൂലത നിൻ്റെ മേൽ വെളിപ്പെട്ടാൽ, ഇന്ന് ഫേസ് ചെയ്യുന്ന ഇന്നിൻ്റെ ജീവിതം ഉണ്ടല്ലോ, ഇതെല്ലാം വഴിത്തിരിയും. എസ്തേറിൻ്റെ പുസ്തകത്തിനകത്തൊരു വാക്യമുണ്ട്. എസ്തേറിനോട് സകലർക്കും പ്രീതി തോന്നി. ദൈവത്തിനു മാത്രമല്ല, മനുഷ്യനോ അവളോടും പ്രീതി തോന്നി. ദൈവിക പ്രീതി, ദൈവിക ഫേവർ ഒരുമൻ്റെ മേൽ വെളിപ്പെട്ടപ്പോൾ അവളുടെ നന്മയെ ആർക്കും തടയാൻ കഴിഞ്ഞില്ല. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. ഇന്നിൻ്റെ പ്രഭാതത്തിൽ നാളെക്കുറിച്ച് ആകുലതയോടെ, ആരെയും ഫേസ് ചെയ്യാൻ കഴിയാതെ ഞെരുങ്ങി വിങ്ങി പൊട്ടി എവിടെയൊക്കെ ഒതുങ്ങി ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? സ്നേഹിത, ദൈവിക പ്രീതി നിന്നിൽ വെളിപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തിൻ്റെ ഇന്നിൻ്റെ ശൂന്യതകളെ ദൈവം മാറ്റും. നിൻ്റെ അവസ്ഥകളെ ദൈവം മാറ്റും. നിനക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത വഴികളിലൂടെ ദൈവം നിന്നെ നടത്തും. വചനം അങ്ങനെയാണ് പ്രിയരെ പറയുന്നത്. എസ്തേറിന് മേൽ ദൈവിക പ്രീതി വെളിപ്പെട്ടു. ദൈവിക പ്രീതി വെളിപ്പെട്ട എസ്തേറിനെ മാത്രമല്ല, എസ്തേറിൻ്റെ ആ ഗോത്രത്തെ മുഴുവനും, യഹൂദന്മാരെ മുഴുവനും തകർത്ത് കളയാൻ ഹാമാൻ എന്ന് പറയുന്ന മനുഷ്യൻ കഴുകുമരം ഒരുക്കുമ്പോൾ എസ്തേറിൻ്റെ ദൈവം കഴുകുമരം ഒരുക്കിയവനെ അതേ കഴുകുമരത്തിൽ തൂക്കിയിട്ടത്. ദൈവത്തിൻ്റെ വിടുതലിൻ്റെ കരം യഹൂദന്മാരുടെ മുഴുവൻ വ്യക്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തിയപ്പോൾ അവിടെ ആ പദമാണ് എഴുതിയിരിക്കുന്നത്. യഹൂദന്മാരെക്കുറിച്ചുള്ള ഭീതി ദേശത്തു വീണതുകൊണ്ട് പലരും യഹൂദന്മാരായിത്തീർന്നു. ആത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നീ ആരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ലെന്ന് കരുതി ഏതോ വീട്ടിൻ്റെ മൂലയ്ക്കകത്തിരിക്കുകയല്ലേ, ഏതോ രാജ്യത്ത് നിൽക്കുകയല്ലേ. ആ ദേശത്ത് എനിക്ക് പോകാൻ കഴിയില്ല വാസ്റ്റേ, എനിക്ക് ഫേസ് ചെയ്യാൻ കഴിയില്ല, നീ കണ്ടുമുട്ടാൻ കഴിയില്ല എന്നൊക്കെ കരുതി നീ എവിടെയൊക്കെ സ്റ്റക്കായി നിൽക്കുകയല്ലേ. ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്നിലൊരു ദൈവപ്രവൃത്തി വെളിപ്പെട്ടാൽ നീ മുഖാംബരം ആ ദേശത്തൊരു ഭീതി വെളിപ്പെടും. പ്രിയരെ, എതിരായി നിന്നവനെ ദൈവം തൂക്കി, ഹാമാനെ ദൈവം തൂക്കി. അപ്പോൾ ജനത്തിനു മനസ്സിലായി യഹൂദന്മാരുടെ പിന്നിൽ ചലിക്കുന്നൊരു ദൈവമുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തി നിന്നിൽ വെളിപ്പെട്ടാൽ ദേശം മനസ്സിലാക്കും നിൻ്റെ കൂടെ ഒരു ദൈവമുണ്ടെന്ന്.
നിന്റെ സാഹചര്യത്തിൻ്റെ നടുവിലും ഇറങ്ങുന്നൊരു ദൈവമുണ്ടെന്ന്. ശദ്രക് മേശക് അബേദ്നെഗോം എരിയുന്ന തീച്ചൂളയ്ക്കകത്തിടുകയാ. അതിൻ്റെ നടുവിൽ നാലാമനായി ദൈവം ഇറങ്ങി വരികയാണ്. ദാനിയേൽ എന്ന് പറയുന്ന ഭക്തനെ സിംഹത്തിൻ്റെ കുഴിക്കകത്തിടുകയാണ്. എന്നിട്ടും അതിരാവിലെ രാജാവ് പോയി പറയുക, ദാനിയേലേ എന്ന് വിളിക്കുക. അപ്പോൾ ദാനിയേൽ കയറി വരുമ്പോൾ രാജാവ് ചോദിക്കുന്ന ഒരു കാര്യം, നിന്റെ ദൈവം എവിടെ? നിന്റെ ദൈവമാര്? ആ ദൈവത്തെ എനിക്കും വേണം. പ്രിയരെ, വിശ്വസിക്കാൻ കഴിയുമോ? നിന്നെ ഭീതിപ്പെടുത്തിയവരും നിന്റെ ദേശത്ത് നോട്ടിക്കാൻ നോക്കിയവരും നിന്നെ തകർത്ത് കളയാൻ നോക്കിയവരുടെ മുൻപിൽ ദൈവമാരെന്ന് തെളിയിക്കാൻ പോവുക. നിന്റെ കൂടെ ദൈവമുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ പോവുക. ഉലകത്തിലൊരു മനുഷ്യനും തടുക്കാൻ കഴിയാത്ത രീതിയിൽ ചില ദൈവിക ചലനങ്ങൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ പോവുക. ദൈവത്തെക്കുറിച്ചുള്ള ഭീതി ദേശത്ത് വീണപ്പോൾ പലരും യഹൂദന്മാരായി മാറി. വേറൊരു പദം ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലൊരു വ്യത്യാസം. ദൈവത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുമ്പോൾ ശത്രുക്കൾ പോലും ഭയത്തോടെ നോക്കും. പകൽക്കാലം ആത്മാവിൽ വിശ്വസിക്കുക. ചിലരെ ഭയപ്പെടുക മാത്രമല്ല, പലരും ജീവനുള്ള ദൈവം ആരെന്ന് നിന്റെ ജീവിതം കണ്ട് തിരിച്ചറിയാൻ പോവുക. ആ കണ്ണുനീർ തുടയ്ക്കുക, ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. സ്വർഗീയമല്ല കർത്താവ്, ഈ നിമിഷം ഞങ്ങളോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഭാരപ്പെടുന്ന, ആകുലപ്പെടുന്ന, തകർന്ന് ഭാരത്തോടെ ആകുലതയോടെ ഈ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, എന്നോടുകൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ നിമിഷം അവരുടെ ജീവിതത്തിനകത്ത് കണ്ണുകൊണ്ട് കാണത്തക്ക ഒരു ദൈവിക ചലനം വെളിപ്പെടും. ഇൻ ദി നെയിം ഓഫ് ജീസസ് ഞാൻ ഈ ജനത്തെ ബ്ലസ് ചെയ്യുക. ദൈവിക ഫേവർ ചലിക്കട്ടെ, ദൈവിക മുഖാംബരം ചലിക്കട്ടെ, അസാധാരണമായ ദൈവിക നീതി ചലിക്കട്ടെ. ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. അവരുടെ ജീവിതത്തിനകത്ത് വലിയ സാക്ഷ്യങ്ങൾ വരും. സ്വർഗമകന ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. അതേ പ്രിയരെ, വിശ്വസിക്കുക. ദൈവിക ചലനം നിൻ്റെ മേൽ ആരംഭിച്ചാൽ ചിലർ ഭയപ്പെടും, ഭയത്തോടെ നിന്നെ നോക്കും. ജീവിക്കുന്ന ദൈവമാരെന്ന് അവർ തിരിച്ചറിയും. പകൽക്കാല ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു വാക്ക് ദൈവദാസൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. വിളിച്ചിട്ട് ലഭിച്ചില്ലെങ്കിൽ ഞങ്ങളെ വാട്സപ്പിൽ ടെക്സ്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ പ്രഭാതത്തിലും ഇതുപോലെ സന്ദേശം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. God bless you. Let us start our journey with the Holy Spirit. God bless you. Amen.